അപ്പോൾ ജീവിക്കാനാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമുക്ക് മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. അപ്പോൾ രണ്ടാമതായിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, സമ്പത്തിനോടുള്ള ഇഷ്ടം വല്ലാതെ കൂടുകയാണ്. നാളെ ഖബറിൽ ചെന്നാലും മഹ്ശറിലും വിചാരണയുണ്ട് എന്ന ചിന്തയെ നമ്മൾ മറന്നു കളയുന്നു. സമ്പത്തുണ്ടായാൽ മതി, അത് ഹലാല് ഹറാമേ അത് പ്രശ്നമല്ല. അള്ള പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് അതിലൂടെ ഒരു വരുമാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ സിരകളിൽ ഓടുന്ന രക്തം മുഴുവനും അത് മലീമസമായി പോയി എന്നുള്ളതാണ്. ഈ വിശദീകരിച്ചാൽ ചിലപ്പം ചിലർക്കൊക്കെ അത് വേദന ആവും. അതുകൊണ്ട് ഞാൻ ആണ്ട് കടക്കണില്ല. നിങ്ങളെന്ത് ചെയ്താൽ മതി, ഊഹിച്ചാൽ മതി. ഒരു നിലക്കും പടച്ചം വിടൂല. കാരണം അത്രത്തോളം പ്രയാസമാണ്. ഹറാമായ നിലക്ക് എന്നല്ല, അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും നിരക്കാത്തൊരു പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ബിസിനസ് നടത്തിയാലും ഒക്കെ പ്രശ്നം തന്നെ. അപ്പോൾ അത് ഞാൻ ഓരോരുത്തരോട് ആലോചിച്ചാൽ മതി. അപ്പോൾ നാളെ ഖബറിൽ ഹിസാബ് വരുന്നുണ്ട്, മഹ്ശറിൽ ഹിസാബ് വരുന്നുണ്ട് എന്ന ചിന്തയില്ലാതെ സമ്പത്തിനെ ഇഷ്ടപ്പെടുക. എന്താണ് ഈ സമ്പത്തും ഹിസാബുമായിട്ട് ബന്ധപ്പെടുത്താൻ കാരണം മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ വേറെന്തെങ്കിലും പറഞ്ഞാൽ പോരെ. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചീത്തയാക്കുന്നതിൻ്റെ പ്രധാന കാരണം സമ്പത്തിനോടുള്ള അലച്ചയാണ്. 1500 കൊല്ലം മുമ്പ് മുത്തുനബി പറയാണ് ഹിർസുൽ മർഇ അലൽ മാലി അഫ്സദു ലിദീനിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. സമ്പത്തിനോടുള്ള അടങ്ങാത്ത അത്യാഗ്രഹം അവൻ്റെ ദീനിനെ തന്നെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പൊ ഈ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയെടുക്കലും ഖബറിലെയും മഹ്ശറിലെയും ഹിസാബും തമ്മിലാണ് അള്ളാന്റെ റസൂല് കൂട്ടി ബന്ധിപ്പിച്ചത്. അപ്പൊ തന്നെ മനസ്സിലാക്കണം സംഗതി ബേജാറാണെന്നുള്ളത്. മാത്രമല്ല മൂന്നാമത്തതോ യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ദുനിയാവിനെ വല്ലാതെ സ്നേഹിക്കുകയും ആഖിറത്തിനെ മറന്നു കളയുകയും ചെയ്യുന്നൊരു വിഭാഗം ആളുകൾ. ദുനിയാവിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചു പൊളിച്ച് സുന്ദരനായിട്ട് ഇങ്ങനെ നടക്കാൻ അവർക്ക് നല്ല ആഗ്രഹമാണ്. പക്ഷേ ആഖിറ ലോകമെന്ന് പറയുന്നത് നമ്മളൊക്കെയും ജീവിതം അവസാനിപ്പിച്ച് പോകേണ്ടവരാണ്. നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. എല്ലാ ദിവസവും കടപ്പുറത്ത് പോകും. അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തായം കളിക്കും. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്യും? അവസാനം ഒരു ദിവസം കേൾക്കാം ഇന്നാലിന്നാൾ മരിച്ചിട്ടുണ്ട് അത്രേ.